ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ലജിത്ത്. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് റുബിക്സ് ക്യൂബ് ആണ് കേട്ടോ. ദ ബെനിഫിറ്റ്സ് ഓഫ് ക്യൂബിംഗ്. എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് പഠിക്കുന്നത് കൊണ്ട്? സെന്റർ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ആ സെന്ററിൽ ഒരു കളർ ഒരിക്കലും മാറത്തില്ല. റെഡ് കാണുന്ന ഭാഗത്ത് തന്നെ ആയിരിക്കും അവിടെയാണ് റെഡ് വരാനുള്ളത്, നീല കാണുന്ന ഭാഗത്ത് തന്നെയാണ് നീല വരാനുള്ളത്. അതിന്റെ എഡ്ജ് 2 കളറായിരിക്കും അവിടെ വരുന്നത്. അതുപോലെ തന്നെയാണ് അതിന്റെ കോർണർ 3 കളറായിരിക്കാം. ഓക്കെ, 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് സൈഡിനെയാണ്, അതായത് വലത് ഭാഗത്തെയാണ് നമ്മൾ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കറക്കുന്നത്, നമ്മൾ തിരിച്ച് കറക്കത്തില്ലേ, അതിനെയാണ് R' എന്ന് പറയും. നമ്മൾ എങ്ങനെയാണോ കറക്കിയത് അതിന് നമ്മൾ തിരിച്ച് കറക്കത്തില്ലേ, അതിനെ നമ്മൾ R' എന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ L കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡിനെയാണ്, ഇടത് ഭാഗത്തെയാണ് നമ്മൾ L എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കറക്കുന്ന ഭാഗത്ത് നമ്മൾ തിരിച്ച് കറക്കിയല്ലോ, L' എന്ന് പറയും. L', മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പറയുന്നത് യു ആണ്. യു എന്താ? മുകളിലത്തെ ഭാഗത്തെയാണ്, അപ്പ്. യു എന്ന് പറഞ്ഞാൽ അപ്പ്. യു നമ്മൾ എങ്ങനെയാണോ കറക്കുന്നത് അതിനെ നമ്മൾ തിരിച്ച് കറക്കിയാലോ, അതിനെ U' എന്ന് പറയും. U', മനസ്സിലായോ? അതുപോലെ തന്നെയാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിനെയാണ്, ഫ്രണ്ട് സൈഡിലെ അതിനെയാണ് നമ്മൾ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കറക്കുന്ന എഫിനെ നമ്മൾ തിരിച്ച് കറക്കിയാലോ F' എന്നും പറയും. നമ്മൾ കറക്കുന്നതിനെ F', മനസ്സിലായോ? അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൗൺ ആണ്, ഏറ്റവും താഴത്തെ ഭാഗത്തെയാണ് നമ്മൾ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡി നമ്മൾ കറക്കുന്ന ഭാഗത്ത് നമ്മൾ തിരിച്ച് കറക്കിയാലോ D'. ഓക്കെ, D'. അതുപോലെ തന്നെ അടുത്ത് പറയുന്നതാണ് ഇതിന്റെ ബി, ബാക്ക് സൈഡ്. ബി എന്ന് ഉദ്ദേശിക്കുന്നത് പുറകിലത്തെ ഭാഗത്തെയാണ്, ബാക്ക് സൈഡ് ബി. നമ്മൾ എങ്ങനെയാണോ കറക്കുന്നത് അതേ ഭാഗത്ത് നമ്മൾ തിരിച്ച് കറക്കിയാലോ B' എന്ന് പറയും, അല്ലേ? നമ്മൾ കറക്കിയതിന് ബി, ബാക്കിലെ ഭാഗത്ത് കറക്കി നമ്മൾ തിരിച്ച് കറക്കിയതിന് B' എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 6 കറങ്ങുന്ന രീതിയിലല്ല R' കറങ്ങുന്നത്, അതുപോലെ തന്നെയാണ് L കറങ്ങുന്ന രീതിയിലല്ല L' കറങ്ങുന്നത്. വളരെയധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഏകദേശം ഒരു പ്രാക്ടിക്കൽ ഏകദേശം തിയറി ഏകദേശം തീർന്നു. ഇനി പ്രാക്ടിക്കലാണ് എന്നെ അടുത്ത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതോടെ കണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് റുബിക്സ് ക്യൂബ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അടുത്ത് പറയുന്നത് ഇത് ശ്രദ്ധിച്ചോ, R, U, R', U'. എങ്ങനെയാണെന്ന് കറക്റ്റ് ചെയ്ത് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. R, U, R', U'. ഇപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായോ? ഓക്കെ, കുറച്ച് തിയറിയും കുറച്ച് പ്രാക്ടിക്കലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റുബിക്സ് ക്യൂബ് കാണാതെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പഠിപ്പിച്ചു തരുന്നത് കാണാപ്പാഠം പഠിക്കാനല്ല പറയുന്നത്, മറിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിൽ റുബിക്സ് ക്യൂബ് കാണുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വളരെയധികം ഞാൻ പഠിപ്പിച്ചു തരുന്നത് വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ഈ നടുക്ക് കാണുന്ന കളർ ഒരിക്കലും മാറത്തില്ല. ഇപ്പോൾ ഇവിടെ ഏത് കളറാണോ ഇരിക്കുന്നത് ആ കളർ തന്നെയാണ് ഇവിടെ വരാനുള്ളത്. ഇപ്പം ഇവിടെ വെള്ളയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം വെള്ളയായിരിക്കണം. ഇതിപ്പം പച്ചയല്ലേ, ഇവിടെ എല്ലാം വേണ്ടത് പച്ച കളറാണ്, അതിന് മാറ്റമില്ല. അപ്പം ആ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ. തുടങ്ങാം.
നമ്മളിനി റുബിക്സ് ക്യൂബ് പിടിക്കേണ്ടത് ഇങ്ങനെ പിടിക്കുക. യെല്ലോ മേലെ വരുന്ന രീതിയിൽ, വൈറ്റ് താഴെ വരുന്ന രീതിയിലും ആദ്യം പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രോസ് ആദ്യം ചെയ്യുക. ഇരിക്കുന്ന വെള്ളം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ആക്കുക. കണ്ടോ, ഇതായിരിക്കുന്ന വെള്ളം ഇവിടെ വരാൻ വേണ്ടിയിട്ട് നേരെ ഇവിടെ ക്രോസ് ചെയ്യുക. ഈ വെള്ളം ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഓക്കെ. അടുത്ത് ഈ ഇരിക്കുന്ന വെള്ളം ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഓക്കെ, ക്രോസായി. ഇനി ഇത് മെല്ലെ താഴെ ഇറക്കണം. താഴെ ഇറക്കുന്ന സമയത്ത് ഇതിപ്പം ഗ്രീനല്ലേ, ഈ ഗ്രീന് നടുക്കിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇതിൽ മെല്ലെ താഴെ ഇറക്കുക. ഓക്കെ, ഇതിപ്പോൾ ഈ കളറിൻ്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്, സെയിം നേരെ താഴെ ഇറക്കുക. ഇതിരിക്കുന്നത് ഇതുകൂടിയാണ്, നേരെ താഴെ ഇറക്കുക. നീലയുടെ ഭാഗത്തോട്ട് കൊണ്ടുവന്നിട്ട് കണ്ടോ, നീലയുടെ ഭാഗത്തോട്ട് കൊണ്ടുവന്നിട്ട് നേരെ 180 ഡിഗ്രി താഴോട്ട് വെക്കുക. നേരെ താഴോട്ട് വന്നു ആണ്, ഇവിടെ ക്ലോസായി. ഇനി ചെയ്യാനുള്ളത് ഈ ഗ്രീൻ ഉണ്ടല്ലോ, ഇവിടെ വൈറ്റിരിക്കുന്നത് ഗ്രീൻ ഇവിടെ, അങ്ങനെ ഉള്ള സമയത്ത് നേരെ ഗ്രീനിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരണം. വൈറ്റ് ഈ ഭാഗത്താണ് കണ്ടത്, ഗ്രീനിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിക്കാം. ഓക്കെ, മനസ്സിലായോ? ഗ്രീനിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച ശേഷം ഇങ്ങനെ കണ്ടോ താഴെ. അതേപോലെ തന്നെ ഇത് എവിടെ വരാനുള്ള അങ്ങനെയാണെങ്കിൽ കാവ്യ നിറത്തിൻ്റെ ഭാഗം ഇവിടെ അല്ലേ, കണ്ടോ ഈ ഭാഗത്താണ് വെള്ളം ഇരിക്കുന്നത്, ഈ ഭാഗത്ത് കുറച്ച്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, നിശാരമല്ലേ. അതേപോലെ തന്നെ ഇത് എവിടെയാണ് ഈ കളർ കൊണ്ട് വേണ്ടത്? കണ്ടോ ഈ ഭാഗത്ത്, ഈ വെള്ളം ഈ ഭാഗത്തായിരിക്കും, ഈ ഭാഗത്ത്. അത് പയ്യെ മേലോട്ട് നോക്കുക, ഇങ്ങോട്ടാക്കുക. കണ്ടോ അടുത്ത് എവിടെയാണ്? അത് ഗ്രീനിൻ്റെ ഭാഗത്ത് കൊണ്ടുപോകാം. കണ്ടോ താഴത്തെ റോ ശരിയായി. ഓക്കെ, കണ്ടോ. ഇനി അടുത്ത ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന കളർ ഇവിടെയും ഈ ഇരിക്കുന്ന കളർ ഇവിടെയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് തിരിക്കാനുള്ളത്. ഓക്കെ, ഈ ഇരിക്കുന്ന കളർ ഇവിടെയും ഈ ഇരിക്കുന്ന കളർ ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് തിരിക്കാനുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ഏത് ഭാഗത്തിരിക്കുന്നത്? ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കണ്ടോ ഈ ഭാഗത്ത് വന്നു. ഇപ്പം ഇതെവിടെ ഇരിക്കുന്നത്? നേരെ പച്ച ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഈ ഭാഗത്ത് ഈ കളർ ഇരിക്കുന്ന ഈ ഭാഗം, അപ്പോൾ ഇവിടെ വരാനുള്ളത് ഈ സാധനം, ഈ ഇരിക്കുന്ന ഈ പീസ് ഇവിടെ വരാനുള്ളത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഫോർമുല പറഞ്ഞാൽ ഓക്കെ, ഇത് വന്നു. ഇതിൻ്റെ ഫോർമുല ഞാൻ തൊട്ടടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതോടെ നോക്കി ചെയ്താൽ മതി. ഇതെവിടെ വന്നേ? പച്ച കളർ ഉണ്ടോ, ഈ ഭാഗത്താണ് വന്നത്. ഈ ഗ്രീൻ ഈ ഭാഗത്താണെങ്കിലും ഈ ഇരിക്കുന്നത് ഭാഗം ഇവിടെ ഈ ഭാഗത്തിരിക്കുക. അപ്പോൾ ഇങ്ങോട്ടെത്തിരിക്കാനുണ്ട്. കണ്ടോ ആയി. ഇതെവിടെ ഇരിക്കുന്നുണ്ട്? നീല ഇവിടെയും ഓറഞ്ച് ഇവിടെ, ഈ ഭാഗത്തോടെ തിരിക്കാനുണ്ട്. അതാണല്ലോ. കണ്ടോ ശരിയാണ്. കണ്ടോ രണ്ടാത്തോറോ എല്ലാം ഫിനിഷായി. കണ്ടോ ഓക്കെ. അടുത്ത് മുകളിൽ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഇതിവിടെ രണ്ടെണ്ണം എടുക്കണം കേട്ടോ, രണ്ടെണ്ണം തിരിക്കണം. ഇതൊരു ഏൽഭാഗം നമ്മൾ ചെയ്ത് വരുമ്പം ഈ ഭാഗമാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ വേറെ ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു എൽ മോഡൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ രണ്ടെണ്ണം തിരിക്കാം. റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നത് ആ കാര്യം. എന്നിട്ട് ആ രണ്ടെണ്ണം തന്നെ നേരെ താഴെ ഇറക്കാം. ഓക്കെ, ഇനി അടുത്ത് ഈ രണ്ട് മൂല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മഞ്ഞ
വരുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അഭിമുഖീകരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പം ഒരെണ്ണമായിട്ട് നമുക്ക് കിട്ടി, ഒരു മൂലഭാഗം മാത്രം കിട്ടി. അപ്പം നമ്മളിത് ഇവിടെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് കണ്ടോ, ഒന്നുകൂടെ കൊടുക്കാം. കണ്ടോ, മഞ്ഞ ശരിയായി. ഇനി ഭാഗമുള്ള ഈ ബാക്ക് ഭാഗം, ഈ ഭാഗങ്ങൾ ശരിയാവാത്തത് ബാക്ക് ശരിയാവും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ബാക്ക് ഭാഗത്ത് കൊണ്ടുപോകാം. വീണ്ടും ഇപ്പം നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും ചെയ്യുക. ഓക്കെ, ഉണ്ടോ? ബാക്കിലത്തെ ഗിരിയും കിട്ടി, ബാക്കിയെല്ലാം ഈ ഭാഗത്ത് ഇത് മാത്രം ശരിയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് പുറകു വശം മാത്രം ഫിനിഷ് ഭാഗം പുറകെ പിടിക്കണം. ഒരു പക്ഷേ ഫിനിഷ് ആയില്ല, ഇതേപോലെയാണ് ഇത് കണ്ട് പച്ച മാത്രം ഇവിടെ വ്യത്യാസം, രണ്ട് ഒരേപോലത്തെ കളറാണെങ്കിൽ പോലും സാരമില്ല, ബാക്ക് ഭാഗത്ത് പിടിച്ചാൽ മതി. ഇത് ഫിനിഷായ സ്ഥിതിക്ക് ഉണ്ടോ, ഇത് ഫിനിഷാണ്. ഇത് ബാക്ക് പുറകു വശത്തോട്ട് പിടിക്കുക. ഓക്കെ, പിടിച്ച ശേഷം നമ്മൾ അതിനടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുതന്നെ ഞാൻ കയ്യിൻ്റെ സ്പീഡ് ഞാൻ മാക്സിമം കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുതന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോർമുല കൂടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതും കൂടെ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പാർട്ട് 2 ആണ്. പാർട്ട് 3 ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാതെ റുബിക്സ് ക്യൂബ് നമുക്ക് ഫിനിഷ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഡിഫറെന്റ് ആയിരിക്കുന്നത് കണ്ടോ, എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ, എല്ലാ കാര്യങ്ങളും. ഇതിപ്പോ ഞാനിപ്പോ ഇതെങ്ങനെ നമ്മൾ കാണാതെ ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇതൊക്കെ ജസ്റ്റ് നിൽക്കും, കാണാതെ നമുക്ക് ഇതെങ്ങനെ ഫിനിഷ് ചെയ്യാം എന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. കണ്ടോ, ഫിനിഷായി. ഓക്കെ, ഇത് എങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്തതെന്ന് പാർട്ട് 3 കാണിക്കുന്നതായിരിക്കും. ഇത് വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക.